ജഗ, ജോലി ശരിയായോ? എവിടെ ശരിയാവാനാ? ഒന്നും ശരിയാവാൻ പോണില്ല. ജോലി കിട്ടിയോ? വിനുവേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. അവൻ പറഞ്ഞത് കേട്ടില്ലേ മോനെ? നീ വിനുവിന് ദൈവത്തിന് തുല്യാണെന്ന്. സത്യ, ഞങ്ങൾക്ക് ദൈവം തന്നെയാ. ആരോരും ഇല്ലാത്തവെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ നിർത്തി എല്ലാവരും വിനുവേട്ടനെ ആക്ഷേപിക്കുമ്പോ എന്റെ ചങ്ക് പിടയുമായിരുന്നു. മരണത്തിന്ന് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാ വിനുവേട്ടൻ. ആ വിനുവേട്ടൻ ജീവിതത്തിൽ തളർന്നു പോവാതിരിക്കാൻ ഒരു ജോലി വാങ്ങിക്കൊടുത്ത ആളെ ദൈവമെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ? ശരിയാ മോളെ. അനിയനെ പോലെ ചേർത്ത് നിർത്തേണ്ടവർ താലി കെട്ടിയ ഭാര്യയുടെ മുന്നിൽ വെച്ച് അപഹസിക്കുമ്പോ ജഗൻ മാത്ര സ്വന്തം സഹോദരനെ പോലെ എന്റെ മോനെ ചേർത്ത് പിടിച്ചത്. ദേ, ഇപ്പൊ അവന് ജീവിക്കാൻ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയും വാങ്ങിക്കൊടുത്തിരിക്കുന്നു. തന്തയ്ക്ക് പേരും പെരുമയും പണമൊക്കെ ഉണ്ടെങ്കിലേ മക്കൾക്ക് ഇതുപോലെ തരികിട കാണിച്ചേ ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ രാഷ്ട്രീയക്കാരെ തറവേലകളല്ലേ? പ്രകാശേട്ടനായിട്ടൊരു നല്ല കാര്യം ചെയ്യില്ല എങ്കിൽ പിന്നെ നല്ല കാര്യം ചെയ്യുന്നവരെ അപമാനിക്കാതെങ്കിലും ഇരുന്നൂടെ? എടീ, ഞാനും സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് ജനിച്ചിരുന്നെങ്കിലേ പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുത്തേനെ. അതിദരിദ്രനായ മാധവൻ നായരുടെ മകനായിട്ട് ജനിച്ചു പോയത് എന്റെ കുറ്റമല്ലല്ലോ. അത് ശരിയാ ചന്ദ്രു. ആ കാര്യത്തില് എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. ഇനി ഇവൻ കൊണ്ടുവന്ന ലഡ്ഡു ഞാൻ കഴിച്ചില്ലെന്ന് വേണ്ട.
നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? ആ, എന്താ അമ്മേ? എന്താ വന്ദനേച്ചി? എന്താ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിരിക്കുന്നേ? സുചിത്രേച്ചി, മുത്തശ്ശിക്ക് എന്തെങ്കിലും? ഒന്നുമില്ല മീനാക്ഷി, നീ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർഷയാണെന്ന് തോന്നിപ്പോയി.